അസ്സലാമലൈക്കും. പ്രിയമുള്ള മുനാത്തുകളെ, റജബ് മാസം കഴിയാൻ പോകുന്ന വെള്ളിയാഴ്ചയാണ് ഈ റജബ് മാസത്തിൽ മോഹിനുദ്ദീൻ ഖദസല്ലാഹു സല്ലല്ലാഹി ഹജിമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹജമുദ്ദീൻ ഖദസല്ലാഹു സല്ലല്ലാഹീസ് എൻ്റെ മാസമാണ്. അതിനോടുകൂടി അള്ളാഹുവിൻ്റെ അഭിമന്മാരുടെ ഷെഹന്മാരുടെ ഫക്കീറന്മാരുടെ മുരീദക്കന്മാരുടെ എല്ലാം പെട്ട് കിടക്കുന്ന ഒരു മഹാനാണ് വരൂർ മുഹമ്മദ് കുട്ടി മസ്താനിപ്പ. അവരുടെ ഉറൂസിൻ്റെ തുടക്കമാണ് ഇന്ന് മുതൽ. ഇന്നും നാളെയും മറ്റന്നാളത്തെ അവസാന ദിവസമാണ്. വരൂരിലുള്ള ജനങ്ങളോട് ഹയാത്തിലിരിക്കുന്ന സമയത്ത് വയറ് നിറച്ച് ഭക്ഷണം ഞാൻ തരാം എന്ന് വാഗ്ദാനം ചെയ്യുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് വഫാത്തായതിൻ്റെ ശേഷം ഇപ്പോൾ അനേക കാലങ്ങളായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വൈകുന്നേരന്മാരുടെ ഭക്ഷണം കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും വിശപ്പടക്കുന്ന മഹാനാണ്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ അന്നദാനം നടക്കുന്ന ഏത് സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരൂർ മുഹമ്മദ് കുട്ടി മുസ്തഫീസിൻ്റെ അകത്തിലാണ് എന്നുള്ളത് ഏതൊരു മനുഷ്യനും ധൈര്യത്തോടുകൂടി അന്തരത്തോടുകൂടി ആവേശത്തോടുകൂടി ഉച്ചത്തിൽ പറയാൻ കഴിവുള്ള ഒരേ ഒരു മക്ബറ വരൂർ മുഹമ്മദ് കുട്ടി മസ്താൻ പാടയാണ്. അതുകൊണ്ട് എല്ലാ മുനാത്തുകളും എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാവരും എത്തിച്ചേരുകയും അവിടുത്തെ മൗലൂദ് പാരായണത്തിലും അവിടുത്തെ ദിക്റുകളിലും സലാത്തിലും പങ്കെടുക്കുകയും അന്നദാനം കഴിക്കുകയും അതിനോടുകൂടി ഓരോരുത്തരെ അസുഖത്തിന് ശിഫ നൽകാൻ വേണ്ടി ദുആ ചെയ്യുകയും വേണമെന്ന് അറിയാത്ത എല്ലാ വ്യക്തികൾക്കും അറിയിച്ചു കൊള്ളുകയാണ് പാവിയായ ഞാൻ. അള്ളാഹുവിൻ്റെയൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരെയും അജ്മീറിൽ പോകാൻ പറ്റാത്തവർക്ക് വരൂർ മുഹമ്മദ് കുട്ടി മസ്താനിപ്പാടെ അകത്ത് ചെന്നുകൊണ്ട് അവിടെ നിന്ന് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അജ്മീറിൽ നിന്ന് നടത്തിത്തരാവുന്ന കാര്യങ്ങൾ വരെ ആ വരൂരിൽ നിന്ന് നടത്തിത്തരാൻ പറ്റാവുന്നതാണ്. അവരുടെ മുരീദാണ് അജ്മീർ പാപ്പാടെ മുരീദാണ് വരൂർ മുഹമ്മദ് കുട്ടി മസ്താനിപ്പ എന്നുള്ളത് അറിയാത്തവർ അറിഞ്ഞിരിക്കണമെന്ന് വിനീതമായി ഇളവനായ പാവിയായ ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. ആയതുകൊണ്ട് എല്ലാവരും നല്ല രൂപത്തിൽ ഈ മാസത്തിൻ്റെ അക്ബറക്കത്തുകൊണ്ട് ഈമാല നിലനിർത്തുകയും അതേപോലെ തന്നെ 5 4 തന്ന മാസവും 10 9 അള്ളാഹുവിൻ്റെ അർശിലേക്ക് പോയ മാസമാണ്. അതിൻ്റെ വിവരണം അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഈ മാസം 6 നമുക്ക് അള്ളാഹു കൽപ്പിച്ച് തന്ന ദിവസമാണ് 6 അതിൻ്റെ ആണ്ട് ദിവസമാണ് ഈ മാസം. എല്ലാ മുനാത്തുകൾ, അതായത് ഉമ്മത്തികൾ, മുസ്ലിം ഷാഫി ഹനഫി മാലിക് 4 നേതാക്കാർ 4 ഗ്രന്ഥങ്ങൾ ശ്രദ്ധിക്കുന്ന 4 ആൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല കനിഞ്ഞു തന്ന 6 ആണ്ട് ദിവസമാണ് ഈ വരുന്ന 27 റജബ് മാസം. അന്നാണ് 10 ഹബീബായ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അള്ളാഹുവിൽ നിന്ന് അറിഞ്ഞു വാങ്ങിച്ചു തന്ന ദിവസമാണ്. ആയതുകൊണ്ട് ആ ദിവസത്തിൽ ആര് അള്ളാഹുവിനിലേക്ക് കൈ ഉയർത്തിയാലും ആ കൈ അള്ളാഹു തട്ടിക്കളയുന്നല്ല, അതിന് അപ്പൾക്കപ്പോൾ ഉത്തരം നൽകുന്ന ദിവസമാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറയുന്നതായിരിക്കും എൻ്റെ അറിവിനെ അനുസരിച്ച് കൊണ്ട്. ആയതുകൊണ്ട് എല്ലാവരും ഇളയവനായ എൻ്റെ വിവാഹങ്ങൾ സ്വീകരിക്കണമെന്ന് എൻ്റെ പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളണമെന്നും വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് അള്ളാഹു യാതൊരു കഴിവും തന്നില്ല, തേങ്ങ പൊളിക്കാനുള്ള കഴിവ് മാത്രമേ തന്നുള്ളൂ. ആ കഴിവിനെ വെച്ച് എന്നിൽ അറിയാവുന്നത് ചിലത് നിങ്ങൾക്ക് അറിയിപ്പിച്ചു തരുന്നു എന്നും മാത്രം. അതുകൊണ്ട് എല്ലാ മുനാത്തുകളും തോപ ചെല്ലാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും മാസത്തിൽ എല്ലാ മുനാത്തുകളും ഉമ്മത്തിങ്ങളും ചൊല്ലി മടങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന വലിയ ആപത്തുകളാണ്, അപകടങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, വിഷമങ്ങളാണ്. എല്ലാറ്റിനും തരം ചെയ്ത് തരുവാൻ അള്ളാഹുവിനോട് വിനീതമായി നമ്മൾ ഓരോരുത്തർ കൃത്യം അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട്, ദൈവത്തിനോട്, കർത്താവിനോട് നമ്മളെല്ലാവരും പാപമോചനം ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ എന്നിൽ അറിവില്ലാത്തവനാണ്, പാവിയാണ് ഞാൻ. യാതൊരു കഴിവില്ലാത്തവൻ. 2 സെക്കൻഡ് ജീവിക്കുന്നതിൽ 1 സെക്കൻഡ് കഴിഞ്ഞ് പോയി, ഇനി 1 സെക്കൻഡ് ജീവിതമാണ്. ഈ ജീവിതത്തിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ
എനിക്ക് അറിഞ്ഞുവെങ്കിൽ അത് നിങ്ങൾക്ക് അറിയിപ്പിച്ചു തരിക. ഞാനും നിങ്ങളും അതിനനുസരിച്ച് നീങ്ങണമെന്ന് എന്നോടും നിങ്ങളോടും കൂടി ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. റഹ്മാനായ റബ്ബേ, പാപികളാണ് റബ്ബേ. എല്ലാം അറിഞ്ഞും അറിയാതെയും പരസ്യമായും രഹസ്യമായും ചെയ്തു പോയ എല്ലാ പാപങ്ങളും അല്ലാഹുവെ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവെ. 7 വൻദോഷങ്ങളിൽ ആരെല്ലാം ചെയ്തിട്ടുണ്ട്, 7 വൻദോഷങ്ങളിൽ ഓരോ വ്യക്തികളും സ്വന്തമായി തൗബ ചൊല്ലാൻ മടങ്ങിപ്പോകാവുന്നതാണ്. 7 വൻദോഷങ്ങൾ. 7 വൻദോഷങ്ങളല്ലാത്ത ഏത് ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും എല്ലാം ഈ ദുആയുടെ അബ്ബർക്കത്തുകൊണ്ടിൽ ഉൾക്കൊള്ളുന്ന എല്ലാവരുടെയും എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹുവെ. പാവിയാണ് റബ്ബെ ചോദിക്കുന്നത്. അല്ലാഹുവെ ചോദിക്കാൻ കഴിവുള്ളവനല്ല ഉത്തരം തരാൻ അള്ളാഹുവിനാണ് കഴിവ്. അല്ലാഹുവെ ചോദിക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരാം എന്ന് പറഞ്ഞ് റഹീമായ റബ്ബിനോട് ചോദിക്കുന്നു. അല്ലാഹുവെ, പാവിയായ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നിറവേറ്റണേ അല്ലാഹുവെ. ഞങ്ങളുടെ രോഗങ്ങളെ ശിഫ നൽകണേ അല്ലാഹുവെ. ഒരുപാട് മൂനാത്തുകൾ ഉമ്മത്തീങ്ങൾ എല്ലാവരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അല്ലാഹുവെ, അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നിറവേറ്റുകയും അതേപോലെ ഞങ്ങളുടെയും ഹലാലായ മുറാദുകൾ നിറവേറ്റണേ അല്ലാഹുവെ. അകന്ന് നിൽക്കുന്നവരെ അടുപ്പിക്കണേ അല്ലാഹുവെ. ഞങ്ങളിൽ അകന്ന് നിൽക്കുന്നവരെല്ലാം ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഞങ്ങൾക്ക് അടുപ്പിച്ച് തരണേ അല്ലാഹുവെ. വിശുദ്ധ ഖുർആനെ ചടയിച്ചരയ്ക്ക് ഒരുമിപ്പിച്ചതുപോലെ ഞങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സ്വന്തം മിത്രാദികൾ, ഭാര്യ, മക്കൾ, കുഞ്ഞുങ്ങൾ ആരെല്ലാം അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഈ മാസത്തിൻ്റെ ദിവസത്തിൻ്റെയും എല്ലാക്കി അവർക്കെത്തുകൊണ്ട് റഹീമായ റബ്ബേ, ഇവിടുത്തെ അബീഹായ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിലേക്ക് ഉയർത്തിയ കൈകൾക്ക് ഉത്തരം നൽകണേ ഞങ്ങളിൽ ആകുന്നവരെ അടുപ്പിക്കണേ ഈ മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും സമയത്തിൻ്റെയും അവർക്കെത്തുകൊണ്ടാണ് ചോദിക്കുന്നത്. ചോദ്യം ഉത്തരം നൽകണേ അല്ലാഹുവേ. ഞങ്ങളിൽ അകന്ന് നിൽക്കുന്നവരെ അടുപ്പിക്കണേ അല്ലാഹുവേ. ബദറിൽ നിന്ന് ഹബീബായ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്രായേൽ ബദരീങ്ങളെയും രക്ഷപ്പെടുത്തിയതുപോലെ ഞങ്ങളെയും രക്ഷപ്പെടുത്തി ഞങ്ങളിൽ ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ എത്ര വലിയ ശത്രുവായാലും മിത്രങ്ങളാക്കാൻ കഴിവുള്ള റഹീമായ റബ്ബാണല്ലോ റബ്ബേ. റബ്ബിനോടാണ് ചോദിക്കുന്നത്. ഉത്തരം നൽകണേ അടുപ്പിക്കണേ പാപികളാണ് റബ്ബേ. പാപികളായിട്ട് ദ്രോഹിപ്പിക്കണേ അല്ലാഹുവേ. എന്ത് ദ്രോഹം വരുന്നുണ്ടെങ്കിലും അതിനെല്ലാം അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനും അല്ലാഹുവാണ് അല്ലാഹുവേ. 9 8ൻ്റെ ഉള്ളിലിരിക്കുന്ന ആകാശത്ത് 8 അർസാണ് അല്ലാഹു. 9 അർസാണ് അല്ലാഹു. 8ആണ് അല്ലാഹുവേ. അർസിലേക്കാണ് കൈ ഉയർത്തിയിരിക്കുന്നത് അല്ലാഹുവേ. അടുപ്പിക്കാനുള്ളവരെ നല്ല രൂപത്തിൽ അടുപ്പിക്കണേ ശത്രുക്കളെ നശിപ്പിക്കണേ അല്ലാഹുവേ. എത്ര വലിയ ശത്രുവായാലും മിത്രങ്ങളാക്കി തരണേ അല്ലാഹുവേ. മിത്രങ്ങളാക്കാൻ കഴിവുള്ളത് അല്ലാഹുവാണ്. ശത്രുവാക്കി കൽപ്പിച്ചെങ്കിൽ ആ ശത്രുവിനെ മിത്രനാക്കാൻ കഴിവ് അല്ലാഹുവിനാണ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ ആരോഗ്യം നൽകണേ ആഫിയത്ത് നൽകണേ അല്ലാഹുവേ. റഹീമായ റബ്ബേ, പാപികളാണ് ചോദിക്കുന്നത് റബ്ബേ. ഉത്തരം നൽകണേ അല്ലാഹുവേ. മക്കളില്ലാത്തവർക്ക് സാലിഹത്തായ മക്കളെ കൊടുക്കണേ അല്ലാഹുവേ. ബൈത്തിൽപ്പെട്ടവരും അല്ലാത്തവരും മൂനാത്തുകൾ പലരും വസിയ്യത്ത് ചെയ്തവരുണ്ട് റബ്ബേ. എല്ലാം അറിയുന്ന റബ്ബാണല്ലോ റബ്ബേ. എനിക്കൊന്നും അറിയാത്തവനാണ് റബ്ബേ. റബ്ബിനോടാണ് ചോദിക്കുന്നത്. ആരെല്ലാം വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെല്ലാം രോഗങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ട്, ധനത്തിന് വേണ്ടിയായാലും രോഗത്തിന് വേണ്ടിയായാലും എന്തിനാണ് അവർ വസിയ്യത്ത് ചെയ്തെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കണേ റഹീമായ റബ്ബേ. അവരുടെ ബുദ്ധിമുട്ടും ഞങ്ങളുടെ ബുദ്ധിമുട്ടും മാറ്റണേ അല്ലാഹുവേ. പാവിയായ എന്നെ ധനം കണക്കല്ലാത്ത ധനം തന്നുകൊണ്ട് പാവിയായ എന്നെ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ. ആരെല്ലാം ധനത്തിന് വേണ്ടി, അസുഖത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, എല്ലാം വേണ്ടി എന്നോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം അല്ലാഹുവിനാണ് കഴിവ്. അല്ലാഹുക്ക് നിറവേറ്റി കൊടുക്കണേ അല്ലാഹുവേ. അവരുടെ ആഗ്രഹം നിറവേറ്റണേ അവരുടെ ആരോഗ്യം പ്രദാനം ചെയ്യണേ ആഫിയത്ത് നൽകണേ അല്ലാഹുവേ. രാവും പകലുമില്ലാതെ വാഹനം ഓടിക്കുന്ന മക്കളാണ് റബ്ബേ.
അവരെയും ഞങ്ങളെയും വാഹനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകുന്നതും മറ്റും ഞങ്ങൾ ശ്രദ്ധ മൂലം മറ്റുള്ളവരെ അശ്രദ്ധ പോലും ഞങ്ങൾക്കും അപകടങ്ങൾ വരുത്തല്ലേ. അള്ളാഹുറബി വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ട് റബ്ബി ഒരു കുറവായി വാഹനം ഓടിക്കാനുള്ള നല്ല പ്രകാശം നൽകി കൊടുക്കണേ. അള്ളാഹുയെ കാത്തു രക്ഷിക്കണേ. അള്ളാഹുയാണ് റബ്ബേ. അള്ളാഹുയെ പാവികളായ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. വെള്ളം കൊണ്ട് തീ കൊണ്ട് അള്ളാഹുയെ ഭൂമികൂലം കൊണ്ട് പരീക്ഷിക്കുന്ന സമയത്ത് ഉമ്മത്തിങ്ങളെ നല്ലവരായ ഉമ്മത്തിങ്ങളെ രക്ഷപ്പെടുത്തണേ. അള്ളാഹുയെ വെള്ളം കൊണ്ടും തീ കൊണ്ടും ഭൂമി കുലക്കം കൊണ്ടും ഏതെല്ലാം അപകടങ്ങൾ കാറ്റുകൊണ്ട് എല്ലാ രൂപത്തിൽ പരീക്ഷണം നടത്തുന്ന അർമുറാഹിമായ റബിയ പരീക്ഷണിൽ നിന്ന് അള്ളാഹുയെ പാവികളായ ഉമ്മത്തിങ്ങളെ രക്ഷപ്പെടുത്തണേ. അള്ളാഹുയെ പാവികളെ രക്ഷപ്പെടുത്തണേ. അള്ളാഹുയെ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ബലത്തിൻ്റെ മോള് ദ്രോഹിക്കുന്ന ദ്രോഹികളെ ആ ദ്രോഹത്തിൽ നിന്ന് പാവികളായ ഉമ്മത്തിങ്ങളെ രക്ഷപ്പെടുത്തണേ. റബ്ബനാത്തിന ബുദ്ധിയാസനത്തെ റബ്ബനാത്തിന ബുദ്ധിയാ റബ്ബനാത്തിന അസ്സലാമു അലൈക്കും.